വിപഞ്ചികയുടെ മരണവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഭർത്താവിനെയും കക്ഷി ചേർക്കണമെന്ന ഹൈക്കോടതി. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട്? ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ കോടതിക്ക് എങ്ങനെ ഇത്തരമൊരു ഉത്തരവിടാൻ കഴിയുക എന്ന് സിംഗിൾ ബെഞ്ച്. മരണവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആരോപണങ്ങൾ അല്ലേ എന്നും കോടതി. ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന ചേരുകയാണ്. ഷപ്ന, എന്തൊക്കെയാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് വിശദമായി? സംഗീത, വിപഞ്ചികയുടെ മാതൃ സഹോദരിയാണ് ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് എൻ നാഗരേഷാണ് ഈ ഹർജി അല്പസമയം മുമ്പ് പരിഗണിച്ചത്. അദ്ദേഹം കോടതി ചോദിക്കുന്നത് ഇത്തരം ഒരു ആരോപണം മാത്രമല്ല ഈ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ, വലിയ പീഡനങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു, അത്തരം കാര്യങ്ങളിൽ തെളിവുണ്ടോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മൃതദേഹം നാട്ടിലെത്തിക്കണം എന്നൊരു ആവശ്യമാണ് ഇവർ ഹർജിയിൽ ഉന്നയിക്കുന്നത്. ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കണമോ എന്ന കാര്യത്തിൽ കോടതി എങ്ങനെയാണ് ഒരു ഉത്തരവിടുക എന്നാണ് കോടതിയുടെ ചോദ്യം. അതോടൊപ്പം തന്നെ ഭർത്താവിന് പറയാനുള്ള കാര്യങ്ങൾ കോടതിക്ക് കേൾക്കേണ്ടതുണ്ട്. അതിനാൽ ഭർത്താവിനെ കൂടി കക്ഷി ചേർക്കാൻ കോടതി നിർദ്ദേശം നൽകി. അതോടൊപ്പം സർക്കാർ ഇതിൽ സ്വീകരിക്കുന്ന നടപടികൾ എന്താണ് എന്ന് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ ഏതായാലും ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകണം എന്ന് ആവശ്യപ്പെടുകയും ഹർജി നാളെ പരിഗണിക്കാനായി കോടതി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഭർത്താവിനെ കൂടി കക്ഷി ചേർക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇവർ ഈ ഹർജിയിൽ ഉന്നയിക്കുന്നത്, അതായത് മാതൃ സഹോദരിയാണ്, വിപഞ്ചികയുടെ മാതൃ സഹോദരി ഹർജിയിൽ ഉന്നയിക്കുന്നത് കൊടിയ പീഡനമാണ് നേരിട്ടത് വിപഞ്ചിക. അതിനുശേഷം മരണത്തിന് കീഴടങ്ങിയായിരുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ ഭർത്താവിനെതിരെയും കുടുംബത്തിനെതിരെയും അന്വേഷണം വേണം എന്നൊരാവശ്യമായിരുന്നു. അതോടൊപ്പം തന്നെ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം, മൃതദേഹം നാട്ടിലെത്തിക്കണം. ഷാർജയിൽ നടക്കുന്ന അന്വേഷണവും UAE ഉദ്യോഗസ്ഥരിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ തങ്ങൾക്ക് ലഭിക്കുന്നില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് നാട്ടിലുള്ളവർക്ക് അറിയില്ല, ബന്ധുക്കൾക്ക് അറിയില്ല. അതുകൊണ്ട് കോടതി ഇതിൽ ഇടപെടണം എന്നൊരാവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും ഭർത്താവിൻ്റെ ഭാഗം കൂടി കേട്ടതിന് ശേഷം ഇതിൽ തീരുമാനമെടുക്കാം എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായും ഷപ്ന, ഇക്കാര്യങ്ങളിൽ ഇപ്പോൾ കുടുംബത്തിന്റെ ആരോപണങ്ങളിൽ ഒരു തിരിച്ചടി എന്നോണമുള്ള വാക്കുകളാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായെന്നാണ്, ഈ ഘട്ടത്തിൽ ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ വരും ദിവസങ്ങളിൽ വീണ്ടും ഹർജി പരിഗണിക്കുന്ന വേളയിൽ എപ്പോഴാണ് ഭർത്താവിന്റെ ഭാഗം അടക്കം കേൾക്കുന്ന സാഹചര്യം ഉണ്ടാവുക? നാളെ എന്തൊക്കെ കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നടക്കും? സംഗീത, അങ്ങനെ കുടുംബത്തിൻ്റെ ആവശ്യത്തിൽ ഒരു തിരിച്ചടി എന്ന രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. കാരണം ഭർത്താവിനെ കക്ഷി ചേർക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. കോടതി ഇത്തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടെങ്കിലും കോടതി അത് നിയമപരമായ രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. കാരണം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ കോടതിക്ക് ആ രീതിയിൽ ഭർത്താവിൻ്റെ ഭാഗം കേൾക്കാതെ കഴിയില്ല എന്ന നിയമപരമായ പ്രശ്നമാണ് ജഡ്ജ് ഉന്നയിച്ചത്. ഏതായാലും ഭർത്താവിൻ്റെ വാദം കൂടി കേട്ടതിന് ശേഷമായിരിക്കും ഇതിൽ കോടതി തീരുമാനമെടുക്കുക. ഏതായാലും ഈ വീട്ടുകാരുടെ ആവശ്യം കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. കാരണം ഭർത്താവിനെ നാളെ കക്ഷി ചേർക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കോടതി കേട്ടതിന് ശേഷം ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം, കൃത്യമായി എന്തെങ്കിലും തെളിവുകൾ കൂടുതലായിട്ട് ഇവർക്ക് ഹാജരാക്കാനുണ്ടെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാനും ഒക്കെയുള്ള അവസരം ഇനിയും ഈ കുടുംബത്തിനുണ്ട് എന്ന് തന്നെയാണ് നാളെ ഏതായാലും വീണ്ടും പരിഗണിക്കുന്നുണ്ട്. തീർച്ചയായും ഷപ്ന, അത് തന്നെയാണ് നിയമപരമായ സാധ്യതകളിലൂടെ തന്നെ മുന്നോട്ടേക്ക് പോകുന്നു ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്നുള്ളത്. ഇരുഭാഗങ്ങളും പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേട്ട ശേഷം ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങളെത്തും. ഷപ്നയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.